നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പരസ്യമാക്കി പിണറായി. സ്വകാര്യ കോളേജ് മാനേജ്മെന്റുകൾക്ക് ശക്തമായ താക്കീതുമായി മുഖ്യമന്ത്രി. സ്വാശ്രയ മേഖലയിലെ കൊള്ളയും ക്രമക്കേടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. വിദ്യാഭ്യാസ കച്ചവടത്തോട് പുറംതിരിഞ്ഞു നിന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും ഇപ്പോൾ അതിന്റെ ഭാഗമായി മാറി. പലരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത് ലാഭക്കണ്ണോടെയെന്നും പിണറായി. മാനേജ്മെന്റുകൾക്കെതിരെ അന്വേഷണം നടത്തിയിട്ടും ആരും പരാതി നൽകിയില്ല. അബ്കാരികൾ വരെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി ലേലം വിളിച്ച് നിയമനങ്ങൾ നടത്തി. വിദ്യാഭ്യാസം കച്ചവടമാക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. അതേസമയം വിദ്യാഭ്യാസ മേഖലയിൽ സഭകളുടെ സ്ഥാനം നിഷേധിക്കാനാകില്ലെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയുടെ സ്വഭാവം അറിയില്ല. വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനാകില്ലെന്നും സീറോ മലബാർ സഭ. ചരിത്രത്തിലേക്ക് ചുവടുവെച്ച് സഹകരണ മേഖലയിൽ ക്യാൻസർ ചികിത്സയ്ക്കായി ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച MVR ആശുപത്രി നാടിന് സമർപ്പിച്ച് മുഖ്യമന്ത്രി. രമേശ് ചെന്നിത്തല ഹോസ്പിറ്റൽ ബ്ലോക്ക് ഉദ്ഘാടനവും K. ശങ്കരനാരായണൻ റേഡിയോ ബ്ലോക്ക് ഉദ്ഘാടനവും നിർവഹിച്ചു. മഞ്ജു വാര്യർ ഭദ്രദീപം തെളിയിച്ച ചടങ്ങിൽ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, TP രാമകൃഷ്ണൻ, MK രാഘവൻ MP, MVR ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ CM വിജയകൃഷ്ണൻ, വൈസ് ചെയർമാൻ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ, സെക്രട്ടറി TV വേലായുധൻ എന്നിവർ പങ്കെടുത്തു. 350 കോടി ചിലവിൽ 15 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച ആശുപത്രിയിൽ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയിൽ 30% ഇളവ്. 300 കിടക്കകളുള്ള ക്യാൻസർ സെന്ററിൽ അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത് 30 പ്രത്യേക വകുപ്പുകൾ. സബ്സിഡിയിലെ ശരികേട്. ഹജ്ജ് തീർത്ഥാടകർക്ക് സബ്സിഡി നൽകുന്നതിൽ വിയോജിപ്പ് അറിയിച്ച് തദ്ദേശ സ്വയംഭരണ മന്ത്രി KT ജലീൽ. മറ്റൊരാളുടെ ചെലവിൽ ഹജ്ജിന് പോകണമോ എന്ന് ഹാജിമാർ ചിന്തിക്കണം. മന്ത്രിയുടെ പ്രതികരണം കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ഹജ്ജ് സബ്സിഡി പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായും വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സൈക്കിളിൽ കൈപിടിച്ച്. ഉത്തർപ്രദേശിൽ ബീഹാർ മോഡൽ വിശാല സഖ്യത്തിന് സമ്മതം അറിയിച്ച് കോൺഗ്രസ്. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് ഒപ്പം ഒന്നിച്ചു മത്സരിക്കുമെന്ന് ഗുലാം നബി ആസാദ്. സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉടൻ പ്രസിദ്ധപ്പെടുത്തുമെന്നും വിശദീകരണം. 404 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 125 സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും അഖിലേഷ് വിട്ടു നൽകുക പരമാവധി 100 സീറ്റ്. രാഷ്ട്രീയ ലോക്ദളിന് 20 മുതൽ 22 വരെ സീറ്റുകൾ ലഭിച്ചേക്കും. കോൺഗ്രസുമായുള്ള സഖ്യം സംബന്ധിച്ച അന്തിമ ചിത്രത്തിന് കുറച്ചുകൂടി കാത്തിരിക്കണമെന്ന് അഖിലേഷ് യാദവ്. അതിനിടെ അച്ഛൻ മുലായം സിംഗുമായി ഒരു രാഷ്ട്രീയ ഭിന്നതയുമില്ലെന്ന് മുഖ്യമന്ത്രി. അഭിപ്രായ വ്യത്യാസമുള്ളത് തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ മാത്രം. പ്രശ്നപരിഹാരത്തിന് മുലായവുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി അഖിലേഷ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2735 രൂപ, പവൻ 21,880 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.